ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ബൈറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിന്ന് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മുട്ട തോരനാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വെണ്ടയ്ക്ക നല്ലവണ്ണം കഴുകി തുടച്ച് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങനെ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ചേർത്ത് നല്ലതായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വെണ്ടയ്ക്ക നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു കപ്പ് ചെറിയ തേങ്ങയാണ്. തേങ്ങ നമുക്ക് അരയ്ക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് മുട്ടയാണ്. ഇവിടെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആ വെണ്ടയ്ക്ക ഒന്ന് ഒരു സൈഡിലോട്ട് ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് അങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ആ വെണ്ടയ്ക്കയുമായിട്ടൊന്ന് മിക്സാക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ടയ്ക്ക മുട്ടത്തോര റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം.